ദീപു ദുബൈയിൽ നിന്ന് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ദീപുവിനെ കാണാനില്ലെന്ന് പറഞ്ഞ ആളുകൾ ഇങ്ങനെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ കാണാനില്ലെങ്കിലും ആളുകൾ അന്വേഷിക്കുന്നില്ല, ദീപുവിനെ കാണാനില്ലാതിരിക്കുമ്പോഴാണ് ആളുകൾ അന്വേഷിക്കുന്നത്. എന്നോട് സ്നേഹമുള്ളവരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതെ, നമ്മുടെ എനിക്ക് കമന്റ് ബോക്സിൽ ഇങ്ങനെ കാണാം. അപ്പോൾ ദീപു എവിടെ, ദീപുവിനെ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ദീപു അവിടെ തിരക്കിലാണെന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. ചിലപ്പോൾ ജോലിയൊക്കെ പുതിയതായി കിട്ടിയ സമയത്ത് അവിടെ ഇരുന്ന് പൊതുവേദി കണ്ടാൽ ചിലപ്പോൾ അവർ വിചാരിക്കും സെറ്റിൽ ആവാൻ കുറച്ച് സമയം വേണമല്ലോ. അപ്പൊ ഇന്ന് അവധിയാണോ? ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണ്. ഇന്ന് അവധിയാണോ? ഇന്ന് 2 ദിവസം അവധിയാണ്, ശനി ഞായർ അവധിയാണ്. അപ്പൊ അപ്പോഴാണ് ഇത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുകയും കോൾ ചെയ്യാനൊക്കെ സാധിക്കുകയും ചെയ്യുന്നത്. മറ്റത് ഇടയ്ക്കൊക്കെ എടുത്തു വെച്ച് കേൾക്കാറ് മാത്രമേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. അപ്പൊ പങ്കെടുക്കുന്നത് ശനി ഞായർ മാത്രമാണ് പങ്കെടുക്കാൻ പറ്റുക. പിന്നെ ഞാൻ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാല്, അതായത് ഒരു 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 സംഘടനയുടെ ഒരു സമ്മേളനം നടക്കുമ്പോൾ മുഖ്യമന്ത്രി കാര്യങ്ങൾ സംസാരിക്കുന്നു. പക്ഷെ ഇതിനകത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്താണ്? പ്രതിപക്ഷ നേതാവ് ഏതാണ്ട് വികാര നിർഭരമായിട്ടാണ് പറയുന്നത്. സത്യത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം തന്നെ പാലിക്കുന്നുണ്ടോ? അദ്ദേഹം ഏതാണ്ട് ഞാനാണ് മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ അംബാസഡർ എന്ന രീതിയിലാണ്. അദ്ദേഹം അല്ലേ പരവൂര് ഈ പറയുന്ന RSSന്റെ നേതാക്കളുടെയൊക്കെ ഫോട്ടോയുടെ മുന്നിൽ വെച്ച് കുനിഞ്ഞ് കുമ്പിട്ട് നിന്ന് വിളക്ക് കത്തിച്ച് ഫോട്ടോ എടുത്തുന്ന ആളാണ് വന്നിരുന്ന് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. അദ്ദേഹമല്ലേ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഇല്ല, അവർക്കിപ്പോ ഒരു വർഗീയത ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത ആള്. എന്നിട്ട് അദ്ദേഹം വന്നിരുന്നിട്ട് പറയുകയാണ് ഇത് ഈ രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്നില്ലേ ഇരയ്ക്കൊപ്പം ഓടുകയും ഇരയ്ക്ക് വേണ്ടി സംസാരിക്കുകയും വേട്ടക്കാരനോടൊപ്പം ഓടുകയെന്ന ആളല്ലേ സതീശൻ നേരത്തെ ഇങ്ങനെയായിരുന്നു. അപ്പം അധികാരത്തിന്റെ അപ്പകഷ്ണത്തിന് വേണ്ടി കിട്ടുമെന്ന് ആവുമ്പോഴത്തേന് എന്ത് വൃത്തികേടും താൻ ചെയ്ത കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കും ചെയ്യുന്ന സതീശന് എന്ത് ന്യായീകരണമാണ് പറയാനുള്ളത്? അദ്ദേഹത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞത് കാറി കയറ്റി കൊണ്ടുവരില്ല. അദ്ദേഹത്തിന്റെ തന്നെ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന്റെ മുൻഗാമിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഞാൻ എല്ലാവരെയും കയറ്റുന്നല്ലേ പറഞ്ഞത്. വെള്ളാപ്പള്ളിയെ കുറിച്ച് ഏത് രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്? പൊന്നാടി ഇടിക്കാൻ പോട്ടെ, അദ്ദേഹത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തിരുന്ന് നിൽക്കുന്ന നേതാവല്ലേ ഹൈബി ഈഡൻ പൊന്നാട എണീക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. ഈ രീതിയിൽ അദ്ദേഹം എന്തെങ്കിലും ഒരു വാചകം ഈ NSS സുകുമാരൻ നായരെ കുറിച്ച്, സുകുമാരൻ നായർ നേരിട്ടല്ലേ ആ മുസ്ലിം സമുദായത്തിനെതിരെ ഹൂറികൾ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചത്? അതിനെതിരെ എന്തെങ്കിലും ഒരു വാക്ക് ഇവര് പറഞ്ഞോ? ഈ കഴിഞ്ഞ ശ്രീ മന്നത്തിന്റെ ഒരു സമ്മേളനം പോലെ ഒരു കാര്യം നടന്നല്ലോ. അവിടെ പോയിട്ട് ഈ NSSന്റെ നേതാക്കളുടെ കാലിൽ കുമ്പിട്ട് വീഴുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടില്ലേ? അപ്പൊ ഇവർക്ക് എന്തുമാകാം, ഇവർക്ക് എന്തും പറയാം. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു കാര്യമില്ലെന്ന് പറയാം. ഇവരുടെ നേതാവിന്റെ അടുത്ത് പാലക്കാട് മത്സരിക്കുമ്പോഴല്ലേ ചോദിച്ചത് നിങ്ങൾ SDP വോട്ട് വേണോ വേണ്ടെന്ന് ചോദിച്ചപ്പോഴല്ലേ ഓറഞ്ചും ബിസ്ക്കറ്റും വായിലേക്ക് ഇട്ടുകൊണ്ട് അതിന് പറയാതെ ഇരുന്നത്? എന്നിട്ട് SDP നേതാക്കളല്ലേ അയാൾ ജയിച്ചപ്പോൾ നടന്നത്? അപ്പൊ എല്ലാ വർഗീയതയും ഇവര് കൊണ്ട് നടക്കുകയാണ്. ഒരു കാര്യവും അതിനനുസരിച്ചില്ല. പറയുമ്പം ഞങ്ങൾ ടീം UDF എന്ന് പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് മുണ്ടും പൊക്കി പിടിച്ചിട്ട് നടന്നിട്ട് കാര്യമുണ്ടോ? ഈ റീൽ ഇട്ടിട്ട് പറയുമ്പോഴും പ്രവൃത്തിയിലും വേണ്ടേ അത്? ആ കാര്യങ്ങളിലോ ഇവിടെ വെള്ളാപ്പള്ളിയെ ഏതെങ്കിലും ഹലോ കേൾക്കുന്നുണ്ടോ? വെള്ളാപ്പള്ളിയെ അങ്ങനെ തള്ളിക്കളയേണ്ട നേതാവ് എന്നുള്ള രീതിക്ക് അദ്ദേഹം അത് പറഞ്ഞ തള്ളിക്കളയെന്നെ ചെയ്യാൻ തള്ളിക്കളഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം അതിനെതിരെ പറയുന്ന കാര്യങ്ങളെ ഒന്നും ഞങ്ങൾ അനുകൂലിക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം വേറെ എന്താ ഉള്ളത്? കൃത്യമായ അത് പറയാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതിന്റെ മറുപടി ഞാൻ കാത്തിരിക്കുന്നത് റഷീദ് കൊയിലാണ്ടിയിൽ നിന്നാണ്. റഷീദ് കൊയിലാണ്ടി, ദീപു പറയുന്നത് കേട്ടോ, വിമർശനമാണ് സതീശനെതിരെ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. അതെ, മതേതരത്വം ഏറെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മതേതരത്വം ഊട്ടിയുറപ്പിക്കാനും മതേതരത്വം ഉറക്കെ വിളിച്ചു പറയാനും നമ്മൾ എല്ലാവരും തയ്യാറായേ മതിയാവും. നാനാത്വത്തിൽ ഏകത്വം, അതാണല്ലോ നമ്മുടെ മുദ്രാവാക്യം. അല്ല, പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ മുഖ്യമന്ത്രി പറഞ്ഞതിനെ എങ്ങനെയാണ് കാണുന്നത്? താനൂരിൽ, പാണ്ടിക്കാട്, എളങ്കൂരിൽ, മണ്ണാർക്കാടിൽ ഇവിടെയൊക്കെ മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ അതെല്ലാം അന്ന് CPM അവസാനിപ്പിച്ചു. ഇപ്പോൾ ഒരു സംഘർഷവും ഇല്ലാത്ത നാടായി കേരളം മാറി. ഇതിനൊക്കെ പ്രധാന കാരണം ഇടതുപക്ഷമാണ് എന്ന് പറയുന്നു. അതെ, മുഖ്യമന്ത്രി പറഞ്ഞത് ഏത് വേദിയിൽ വെച്ചുകൊണ്ടാണെന്ന് കൂടി നമ്മൾ കാണണേ.
അതേപോലെ തന്നെ വി ഡി സതീശൻ പറഞ്ഞതും ഏത് വേദിയിൽ വെച്ചുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഇവര് പറയുമ്പോൾ ഉള്ള ആത്മാർത്ഥത എത്രമാത്രം ഉണ്ടെന്ന് പൊതുസമൂഹത്തിനറിയാം, കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇവര് എത്രമാത്രം ഈ മതേതരത്വം പറയാൻ അർഹരാണ്. ഇവരാരെയും തൊക്കിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. വർഗീയത പരത്തുന്ന, വർഗീയ വിഷമൊഴിക്കുന്ന ആളുകളെ കൊണ്ട് നടക്കുകയും എന്നിട്ട് വർഗീയതയെക്കുറിച്ച് പറയുകയും മതേതരത്വത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഇവരുടെയൊക്കെ പൊള്ളത്തരങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ കൃത്യമാണ് പറഞ്ഞത്, വ്യക്തമാണ് അതിൽ നിന്ന് കാര്യങ്ങൾ. അപ്പോൾ ഏതായാലും ദീപു വന്നതിൽ വലിയ സന്തോഷം. ഷാജി ഭാസ്കറിനുണ്ട്, കയ്യൊക്കെ പൊക്കി ഇങ്ങനെ ദീപു എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ദീപു ഫാൻസ് ഇവിടെ വരട്ടെ എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഷിജു കുര്യത്ത്. അപ്പോൾ മതത്തെ തരം പോലെ ഉപയോഗിക്കുന്നതാണ് മതേതരത്വം എന്ന് ശശിധരൻ പിള്ള എന്നോട് തമാശ രൂപേണ പറയുന്നത്. നമ്മുടെ രാജൻ കൊല്ലത്തിൻ്റെ ഒരു അനാലിസിസ് എന്താണ് ഇല്ലാത്തതെന്ന് ക്രിസ് ചോദിക്കുന്നുണ്ട്. ഡേവിഡ് വിജയ് എന്താണ് പറയുന്നത് എന്നാണ് ഷാജി ഭാസ്കർ ചോദിക്കുന്നത്. വടക്കേ ഇന്ത്യയിൽ ഒരു ലഹളയും ഇല്ല എന്നാണോ പറയുന്നത്? ഒറീസിൽ CPM ഓഫീസിലല്ലേ ക്രിസ്ത്യാനികൾ അഭയം തേടിയത്? ഇത് ഒത്തുപോകുന്നില്ല. ലഹളയില്ലെങ്കിൽ പിന്നെ എന്തിനാ അഭയം തേടി എന്ന് പറയുന്നു. അപ്പോൾ ശിവശങ്കരൻ എന്നോട് പറയുന്നു, ദേവി ഇത് പൊതുവേദിയെ ഒരു കവലപ്രസംഗ വേദിയാക്കരുത് എന്ന് പറയുന്നു. അപ്പോൾ പൊതുവേദി കവലപ്രസംഗം ആണെന്ന് വെച്ചാൽ ഒരു കവലയാണ് നമ്മളിത്. ഇതൊരു കവല പോലെയാണ്. സാധാരണക്കാരായ മനുഷ്യർ, സാധാരണക്കാരായ ആളുകൾ അവിടെ ഇരുന്ന് കൂട്ടായി ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വിഷയങ്ങൾ, അതിനപ്പുറത്തുള്ള മറ്റ് സാമൂഹിക വിഷയങ്ങൾ എല്ലാം ചർച്ച ചെയ്യുന്ന ഒരു ഡിജിറ്റൽ കവലയായാണ് പൊതുവേദി മാറുന്നത്. അപ്പോൾ കൃഷ്ണൻകുട്ടി മണിമല എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, ഇത് മതേതരത്വം ആർക്കാണുള്ളതെന്ന് ജനങ്ങൾക്കറിയാം എന്നാണ് എന്നോടിപ്പം നമ്മുടെ ഒരു പ്രേക്ഷകൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെച്ചത്. അപ്പോൾ അങ്ങ് ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ആ വിശ്വാസ്യത മുഖ്യമന്ത്രിക്ക് നഷ്ടമായോ? നമസ്കാരം. നമ്മുടെ റഷീദ് കൊയിലാണ്ടിയാണ് പറഞ്ഞത്. ഞാൻ പിന്നെ പേരെടുത്ത് അങ്ങോട്ടും കൊണ്ടൊരു തർക്കം ഒരു സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയില് മൊത്തം ഇല്ലാത്തതും കേരളത്തിലുള്ളതുമായ കാര്യം എന്തെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകളാണ്. അപ്പം മതേതരത്വവും കമ്മ്യൂണിസ്റ്റുകളുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഗുജറാത്തിൽ എന്തുകൊണ്ടാണ് കലാപം ഉണ്ടായത്? അവിടെ കമ്മ്യൂണിസ്റ്റുകൾ ഇല്ല, ചോദിക്കാൻ ആരുമില്ല. ബാബറി മസ്ജിദ് പൊളിച്ചപ്പോ അതിന് ഒത്താശ ചെയ്തവരാണ് കോൺഗ്രസ്സുകാര്, ആണെന്നറിയാമല്ലോ. അതിലൊരു വീതം കിട്ടാത്തതിന് പരാതി പറഞ്ഞതാണ് പ്രിയങ്ക ഗാന്ധി. ശിലാന്യാസം നടത്താൻ വർഷങ്ങളായി പൂട്ടിക്കിടന്ന ഗേറ്റ് തുറന്നു കൊടുത്തു അയോധ്യയില് രാജീവ് ഗാന്ധി. അങ്ങനെയുള്ള വഴിമരുന്നിട്ട് കൊടുത്തു, ഇല്ലേ? ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോ എത്ര ആയിരം സിഖുകാരെയാണ് അവർ കൊന്നത് കോൺഗ്രസ്സുകാര്? സിഖുകാരെ തെരഞ്ഞു പിടിച്ചാ വന്നേ. അതൊരു മതേതരത്വമാണല്ലോ കോൺഗ്രസിന്റെ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് എണ്ണിയാൽ ഒടുങ്ങാത്ത മതേതരത്വം കോൺഗ്രസ്സുകാർ കാണിച്ചിട്ടുണ്ട്. തരാതരം പോലെ ചേരാവുന്നിടത്തെല്ലാം ചേരും, എല്ലാവരുടെയും കൂടെ ചേരും. മാറാട് കലാപം നടന്നപ്പോ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.